സഹോദരങ്ങളെ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ, ആ ആയിഷ ബീബിയുടെ സംഭവം ഉണ്ടായപ്പോ മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ഈ സഹാബി രാത്രി വീട്ടിലേക്ക് കയറി വന്നു. വീട്ടിലേക്ക് കയറി വന്നപ്പോ തന്റെ ഭാര്യ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, ആയിഷയെ കുറിച്ച് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നു, എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒരു ഭാര്യയും ഭർത്താവുമാണല്ലോ. ഈ ഭാര്യയും ഭർത്താവും രാത്രി ഭർത്താവിനോട് ഭാര്യ ചോദിക്കുന്നു, ആയിഷയെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എന്താ അഭിപ്രായം? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മോശമായ കാര്യം കേട്ടാൽ, ഒരു കഥ കേട്ടാൽ, ഒരു അപവാദം കേട്ടാൽ ഒരു മുസ്ലിമിന്റെ നിലപാട് എങ്ങനായിരിക്കണം? ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കുറിച്ച് അവളൊരുത്തന്റെ കൂടെ കറങ്ങാൻ പോയി, അല്ലെങ്കിൽ അവളൊരുത്തന്റെ കൂടെ വീട്ടിൽ നിന്ന് പിടിച്ചു എന്നൊരു വാർത്ത കേട്ടാൽ ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ നിലപാട് എന്തായിരിക്കണമെന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇഷ്ടപ്പെട്ടില്ല? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ കയ്യിലെങ്ങാണോ ഒരു വാർത്ത കിട്ടിയ സുബ്ഹാനല്ലാഹ്, എമ്പുരാന്റെ കഥ പോലും മാറിപ്പോകും. അങ്ങനത്തെ തിരക്കഥകൾ നമ്മൾ എഴുതും. നമ്മുടെ കയ്യിലെങ്ങാനും ഒരു പെണ്ണിന്റെ വീടിന്റെ പരിസരത്തു കൂടെ ഒരുത്തൻ നടന്നു പോയെന്ന് കേട്ടാൽ നമ്മൾ പറയും വീട്ടിനകത്ത് ഇറങ്ങിപ്പോയത് കണ്ടെന്ന്. പിന്നെ കയ്യിൽ നിന്ന് പോയി, പിന്നെ കഥകൾ വല്ലാതെയാ. എന്നാ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയോട് ചോദിച്ചു, ആയിഷ ബീവിയുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ വ്യഭിചരിക്കുമോ? ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ. ആയിഷ ബീവിയുടെ സ്ഥാനത്ത് പെണ്ണെ നീ ആയിരുന്നെങ്കിൽ വ്യഭിചരിക്കുമോ? അപ്പൊ അബൂ അയ്യൂബുൽ അൻസാരി തങ്ങളുടെ ഭാര്യ പറഞ്ഞു, മഅദല്ലാഹ്, വല്ലാഹി ഞാൻ ചെയ്യൂല, പടച്ചോൻ കാക്കട്ടെ. ഞാൻ വ്യഭിചരിക്കാനോ? ഞാനൊരിക്കലും വ്യഭിചരിക്കൂല. ഞാനൊരിക്കലും അങ്ങനെ ആളുടെ കൂടെ പോകുന്ന ആളൊന്നുമല്ല. അള്ളാഹു എന്നെ കാക്കട്ടെ. അപ്പൊ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല ചോദിച്ചു, ഒരു സാധാരണ പെണ്ണായ നീ ചെയ്യത്തില്ലെങ്കിൽ ഈ മുഹമ്മദ് നബിയുടെ ഭാര്യ ചെയ്യോ? ഈ അബൂ അയ്യൂബുൽ അൻസാരിയുടെ ഭാര്യയായ നീ വ്യഭിചരിക്കത്തില്ലെങ്കിൽ ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ ആയിഷ വ്യഭിചരിക്കോ? എടി, നിന്നെക്കാളും എത്രയോ നല്ലവളാണ് ആയിഷ എന്ന് ആ സ്വഹാബി. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ.